ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ബാർക്ക് റേറ്റിംഗിൽ ലാൻഡിംഗ് പേജ് പരിഗണിക്കില്ല. കേന്ദ്ര വിജ്ഞാപനത്തിനുള്ള സ്റ്റേ ഹൈക്കോടതി നീക്കി. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം നൽകിയ ഹർജിയിലാണ് നടപടി. 6 ആഴ്ച കഴിഞ്ഞ് കേസിൽ വിശദമായ വാദം കേൾക്കുമെന്നും ഹൈക്കോടതി. ബാർക്കും ലാൻഡിംഗ് പേജിനെ റേറ്റിംഗിനെ പരിഗണിക്കുന്നതിനെ എതിർത്തിരുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു കൊച്ചിയിൽ നിന്നും ചെയ്യുന്നുണ്ട്. രേഷ്മ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും പണം കൊടുത്ത് ലാൻഡിംഗ് പേജ് ഇരന്ന് വാങ്ങി റേറ്റിംഗിൽ വലിയ രീതിയിൽ കപടത കാണിക്കുന്ന പല മാധ്യമങ്ങൾക്കും, പല മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ഇത് ശരിക്കും കനത്ത തിരിച്ചടി തന്നെയാണ്. എന്താണ് ഇന്ന് കോടതിയിൽ നടന്ന വാദം? എന്തൊക്കെയാണ് ഈ വിഷയത്തിൽ കോടതി ഇന്ന് പരിഗണിച്ചത്? എങ്ങനെയാകും ഇത് പലരുടെയും കള്ളക്കളി പുറത്തു കൊണ്ടുവരിക? ഇനി എന്നാകും മറ്റു വാദം? അശ്വതി, കേബിൾ TV ഓപ്പറേറ്റർമാർക്ക് പണം കൊടുത്തുകൊണ്ട് ലാൻഡിംഗ് പേജ് സ്വന്തമാക്കിക്കൊണ്ട് ബാർക്ക് റേറ്റിംഗിൽ 1ാം സ്ഥാനമൊക്കെ നേടിക്കൊണ്ടിരുന്നതാണ് പല ചാനലുകളും. അതിനൊരു തിരിച്ചടിയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം. അതായത് ഈ ലാൻഡിംഗ് പേജ് വ്യൂവർഷിപ്പ് അത് ബാർക്ക് റേറ്റിംഗിൽ പരിഗണിക്കാൻ സാധിക്കില്ല എന്നുള്ള തരത്തിലായിരുന്നു കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയത്. ആ വിജ്ഞാപനത്തിന് ഹൈക്കോടതി നേരത്തെ സ്റ്റേ ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ആ സ്റ്റേ ഹൈക്കോടതി തന്നെ നീക്കിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള അപേക്ഷയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഒരു ഇടക്കാല ഉത്തരവ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ അറിയിച്ചത് ഈ മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ടാണ് ഈ ലാൻഡിംഗ് പേജ് ഒക്കെ തന്നെ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിജ്ഞാപന പ്രകാരം, അതായത് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയതിനൊരു ഉദ്ദേശശുദ്ധിയുണ്ട്. ഈ കൃത്രിമത്വം ബാർക്ക് റേറ്റിംഗിൽ അടക്കം ഉണ്ടാകുന്നുണ്ട്. അത് ഇല്ലാതാക്കുക, സുതാര്യത ഉറപ്പാക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലാൻഡിംഗ് പേജ് വ്യൂവർഷിപ്പ് ബാർക്ക് റേറ്റിംഗിൽ പരിഗണിക്കാൻ പാടില്ല എന്നുള്ള ആ വിജ്ഞാപനത്തിന് സ്റ്റേ ചെയ്ത നടപടി അത് നീക്കണമെന്നുള്ള ഒരു ആവശ്യം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചു. ആ വാദത്തിൽ കഴമ്പുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റേ നീക്കിയത്. അതോടൊപ്പം തന്നെ 6 ആഴ്ചയ്ക്ക് ശേഷം ഈ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ അപേക്ഷ, അതായത് ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അന്ന് വിശദമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ വാദം കേൾക്കും. ഈ ലാൻഡിംഗ് പേജ് വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ TV ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ചില ചാനലുകളിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പോകും. അതിലെ കാഴ്ചക്കാരുടെ എണ്ണം കൂടി ബാർക്ക് റേറ്റിംഗിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതായിരുന്നു ഈ കേബിൾ TV ഓപ്പറേറ്റർമാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം. പക്ഷേ ആ കാഴ്ചക്കാരെ ബാർക്ക് റേറ്റിംഗിൽ അല്ലെങ്കിൽ TRP റേറ്റിംഗിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല. അതിൽ കൃത്യമായിട്ട് മാർക്കറ്റിംഗ് അജണ്ടയുണ്ട്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ വലിയ രീതിയിലുള്ള നിയന്ത്രണം ഇക്കാര്യത്തിൽ ഏർപ്പെടുത്തിയത്. ആ നിയന്ത്രണത്തിനുള്ള സ്റ്റേ ആണ് ഇപ്പോൾ ഹൈക്കോടതി നീക്കിയിരിക്കുന്നത്. അശ്വതി, തീർച്ചയായും രേഷ്മ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി കൊച്ചിയിൽ നിന്നും പങ്കുവച്ചത്. എന്തായാലും മുഖ്യധാരാ മാധ്യമങ്ങൾക്ക്, അതായത് റേറ്റിംഗ് ഇരന്നു വാങ്ങുന്ന, പണം കൊടുത്തിരുന്ന് വാങ്ങുന്ന മാധ്യമങ്ങൾക്കെല്ലാം ഇത് വലിയൊരു തിരിച്ചടി തന്നെയാകും. കാരണം കോടതി നിർണായക ഉത്തരവാണിട്ടത്. ലാൻഡിംഗ് പേജ് ഇനി റേറ്റിംഗിന് ഒരു മാനദണ്ഡമല്ല. അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന റേറ്റിംഗ് അത് സുതാര്യമായ ഒരു റേറ്റിംഗ് ആകണമെന്നാകണം പ്രതീക്ഷ പുലർത്തേണ്ടത്. എന്നാലും ഇതിൽ വിശദമായ വാദം ഇനി കോടതി കേൾക്കേണ്ടിയിരിക്കുന്നു.